പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ലോകം ഭയപ്പെട്ടതെന്തോ അതുതന്നെ സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഉണ്ടാകുന്നു. ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കുവാൻ അനുമതി കൊടുത്തുകൊണ്ട് എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, താൻ കേട്ടിട്ടുണ്ട് ഇറാൻ അവരുടെ മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കുന്നു, ബാലിസ്റ്റിക് മിസൈലുകൾ പുതുതായി നിർമ്മിക്കുന്നു, അവരുടെ നഷ്ടപ്പെട്ടു പോയ സൈനിക ശക്തി പുനഃസംഘടിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇറാൻ ആക്രമിക്കപ്പെടേണ്ട രാജ്യമാണ്, അവരുടെ ശക്തി തകർക്കേണ്ടതാണ്. ഇസ്രായേലിന് താൻ എല്ലാ പിന്തുണയും കൊടുക്കുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം ഉണ്ടാകുന്നു ഈ അവസരത്തിൽ എന്നത് ലോകം വളരെ ഭയപ്പാടോടുകൂടി കാണുകയാണ്. ഒരുപക്ഷെ ഇസ്രായേൽ അമേരിക്കയുടെ ഈ അനുമതി മുതലെടുത്തുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യതകൾ എല്ലാ അന്തർദേശീയ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നു. പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷപൂരിതമായി മാറുന്നു. ലോകം കടുത്ത യുദ്ധഭീതിയിലേക്ക് വീഴുന്നു എന്ന് തന്നെയാണ് ഈ വാർത്തകളൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് മിക്ക അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെ സംബന്ധിച്ച് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും ഒക്കെ പതിറ്റാണ്ടുകൾ നീണ്ട കടുത്ത ഉപരോധം അതിജീവിച്ച ഒരു പാരമ്പര്യമുള്ള ആത്മാഭിമാനത്തിലൂന്നിയ ഒരു രാജ്യം, അത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണി എങ്ങനെ അതിജീവിക്കും എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ഒരുപക്ഷെ ഇറാൻ ഈ ആക്രമണങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം. കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധം പോലെയല്ല ഒരുപക്ഷെ ഇറാൻ, അതിനേക്കാൾ രൂക്ഷമായ ആക്രമണങ്ങൾ ഇനി നേരിടേണ്ടി വരും. രാജ്യത്തിന്റെ നാനാഭാഗത്ത് നിന്നും അല്ലെങ്കിൽ നാലാ ദിക്കുകളിൽ നിന്നും ഇറാനെതിരെ കടുത്ത ആക്രമണങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇറാൻ കരുതിയിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, അതിനേക്കാൾ ശക്തമായ പ്രഹരം ശത്രുക്കൾക്ക് കൊടുക്കുവാൻ പറ്റുന്ന രീതിയിൽ ഇറാൻ സൈനികമായും സാങ്കേതികമായും മുന്നേറിയിട്ടുണ്ട് എന്ന രീതിയിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ അവകാശവാദം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ ചേർത്തു വായിക്കുമ്പോൾ ആ മേഖലയിൽ സംഘർഷ സാധ്യത വർദ്ധിക്കുന്നു എന്ന് തന്നെ വ്യക്തമാകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കൻ കൊറിയയുടെ സൈനിക വിദഗ്ധർ ടെഹ്റാൻ സന്ദർശിച്ചിരുന്നു. അവര് ഇറാന് സൈനിക സാങ്കേതിക ഉപദേശങ്ങൾ നൽകി എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തു വരുന്നു. അവരുടെ ബങ്കർ നിർമ്മാണങ്ങളൊക്കെ വളരെ അഗ്രഗണ്യമാണ്. മിക്കപ്പോഴും ഗസയിലും അതുപോലെ ഹിസ്ബുള്ളയ്ക്ക് ഒക്കെ ഈ ബങ്കറുകൾ നിർമ്മിച്ച് നൽകിയത് വടക്കൻ കൊറിയ ആണ് എന്ന രീതിയിലുള്ള വിശകലനങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെ വടക്കൻ കൊറിയയുടെ സാങ്കേതിക സഹായം ഇറാൻ ഉപയോഗിക്കുന്നു എന്ന വിശകലനങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് ആ മേഖലയിൽ സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നു. ഒപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവനയും വരുന്നു. ചില നിഗമനങ്ങളൊക്കെ അനുസരിച്ച് ഇറാൻ ഓൾറെഡി തന്നെ ഒരു ആണവായുധ രാജ്യമായിട്ടുണ്ടാകും എന്ന നിലയിലുള്ള വിശദീകരണങ്ങളും വരുന്നുണ്ട്. അതാണ് ഇസ്രായേലിനെ പെട്ടെന്ന് തന്നെ ഒരു യുദ്ധമുഖത്തേക്ക് പറഞ്ഞുവിടുന്നത് എന്ന നിഗമനങ്ങൾ വരികയാണ്. ഒപ്പം ഹിസ്ബുള്ള ലെബനീസ് അതിർത്തിയിൽ ശക്തി പ്രാപിക്കുന്നു. അവർക്ക് ഇറാൻ സാങ്കേതിക സഹായവും ആയുധങ്ങളും നൽകുന്നു എന്ന വിശകലനങ്ങളും ഒക്കെ വരികയാണ്. എന്തായാലും പശ്ചിമേഷ്യ സംബന്ധിച്ച് കൂടുതൽ സംഘർഷപൂരിതമാകുന്നു സന്ദർഭങ്ങൾ എന്നു തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. മറ്റൊന്ന്, ഇറാന്റെ ചില ചാര ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹണ്ടാല എന്ന് പറയുന്ന ഇറാന്റെ ഹാക്കർമാർ ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലി പ്രസിഡന്റിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പേഴ്സണൽ സ്റ്റാഫിൽ ഒരാളുടെ ഐഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇറാൻ ഹാക്കർമാർ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്ന ഒരു അവകാശവാദം ഹണ്ടാല ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇറാന്റെ ഹാക്കർമാരുടെ ഗ്രൂപ്പിൽ നിന്നുണ്ടാകുകയാണ്. പക്ഷേ ഇസ്രായേൽ ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ഈ സംഗതിയെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുണ്ട് എന്ന ഒരു വസ്തുതയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. എന്തായാലും പശ്ചിമേഷ്യയിൽ അവകാശവാദങ്ങളും അതുപോലെ സൈനിക വർധനവുകളും ആയുധ പരീക്ഷണങ്ങളുമായൊക്കെ അന്തരീക്ഷം കൂടുതൽ കലുഷിതമാകുന്നു എന്ന് തന്നെയാണ് വിവരങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.